ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ട് വളരെ സിമ്പിളായിട്ട് അതേസമയം അത്യാവശ്യം നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് കോവയ്ക്ക, ഇതുപോലെ വലിയ കോവയ്ക്കയൊക്കെ 3 പീസാക്കിയിട്ടുണ്ട്. ചെറുതൊക്കെ 2ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കോവയ്ക്ക ഒരല്പം വേവുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ വയ്ക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ്. ഒരു വലിയ സവോളയാണ്. അത് ഒരുപാട് പൊടിയായിട്ടല്ല അരിഞ്ഞിട്ടുള്ളത്, ഒരു മീഡിയം വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി 2 പച്ചമുളക്, 2 3 നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയൊക്കെ നമ്മളിനി വീണ്ടും ചേർക്കും കേട്ടോ. അപ്പോൾ ഒരു 3 4 പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി 1 2 3 കട്ട് ചെയ്താണ് നീളത്തിൽ, അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതുപോലെ നീളത്തിലാണ് അതും കട്ട് ചെയ്തിട്ടുള്ളത്, അതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, പിന്നീട് നമുക്ക് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം അവസാനം ഉപ്പ് നോക്കിയിട്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇങ്ങനെ കറിവേപ്പിലയോട് ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നിട്ട് അപ്പോൾ തന്നെ ഇത് തുറക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് വെന്ത് പോകും. അപ്പോൾ 2 വിസിൽ വന്നു, കുക്കർ ഓപ്പൺ ചെയ്യാണ്. പാകത്തിന് നമ്മുടെ കോവയ്ക്ക അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ എന്തെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയ 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിവിടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപാര ടേസ്റ്റ് എന്നത് നമുക്ക് അവകാശപ്പെടാനില്ല. ഒരു മീഡിയം, നമുക്ക് ഊണ് കഴിക്കാനോ അല്ലെ ചപ്പാത്തിക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പം എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നു. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പം മിക്കവാറും എല്ലാ വീട്ടുകളിലും കോവയ്ക്ക ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ മെഴുക്കുവരട്ടി വെക്കുക, തോരൻ വെക്കുക, അങ്ങനെയൊക്കെയാണല്ലോ അധികവും ചെയ്യുന്നത്. ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ വെന്തിട്ടുള്ള കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് മൂത്ത് പോകാത്ത കോവയ്ക്കയാണ് നല്ലത്, ഒരുപാട് പഴുത്ത് പോകാത്ത കോവയ്ക്ക. ഇത് അല്പം മൂത്തത് ഇതിലുണ്ട്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ചേർന്നോട്ട് ഇതിൽ, അതുവരെ നമുക്കൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കുക്കറിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ എനിക്ക് വെന്ത് കിട്ടാറില്ല കേട്ടോ. അത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഈ കോവയ്ക്കൊക്കെ ഒരു സോഫ്റ്റായി വരികയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെച്ചത് കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 6-7 മിനിറ്റ് ഇങ്ങനെ ഇരുന്നൊന്ന് വേഗണം. ഇത് ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം.
സാധാരണ കോവയ്ക്ക് അത്ര ടേസ്റ്റ് ഇല്ലാത്ത സംഭവമാണ്, പക്ഷേ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടോ. അതാ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഈ കുഞ്ഞി തവി ഇത് പൊട്ടിപ്പോയി കേട്ടോ. അത് ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ അത്. അതെന്തായാലും നല്ലൊരു തവിയായിരുന്നു, അത് പോയി. അപ്പോൾ അതാ വേറൊരു സ്പാച്ചുല എടുത്തിട്ടുണ്ട് ഞാൻ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ആ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, തെറ്റില്ലാത്ത ടേസ്റ്റും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഇത്രയും മതി നമുക്ക് ഗ്രേവി. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്